ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ടൊമാറ്റോ മുറുക്ക്. നമ്മൾ കുട്ടികൾക്ക് കുറുക്കുറെ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? അതേ ടേസ്റ്റിൽ വരുന്നൊരു മുറുക്കാണ് കേട്ടോ ഈ ഒരു മുറുക്ക്, ടൊമാറ്റോ മുറുക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് അത് 5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 5 തക്കാളിയും പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് നമുക്കത് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് കുറച്ചധികം എടുക്കാം കേട്ടോ. ഞാൻ എന്താ ഇത്രയും വെളുത്തുള്ളിയും 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ആവിയിൽ പുഴുങ്ങിയെടുത്ത ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് ആ തൊലിയൊക്കെ അടർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തക്കാളി ഇതാ ഇനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെളുത്തുള്ളിയും തക്കാളിയും കൂടിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. ഇതിൻ്റെ ഈ ഒരു തക്കാളിയും വെളുത്തുള്ളി കൊണ്ട് അരച്ചെടുത്താണ് ഈ ഒരു ജ്യൂസ്. അപ്പോൾ അങ്ങനെ അത് അരച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അങ്ങനത്തെ ഒരു പാൻ എടുത്ത് വെച്ച ശേഷം അതിലേക്ക് ഇതാ നമ്മൾ അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ കടലമാവുമാണ് ചേർക്കാൻ പോണത്. അപ്പോൾ അരിപ്പൊടി നമ്മൾ നൂൽപുട്ടും അതുപോലെ തന്നെ നൂൽപുട്ട് അല്ലെങ്കിൽ എന്താ പറയുക പല സ്ഥലങ്ങളിൽ ഇടിയപ്പം എന്നാണ് പറയുക, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ അരിപ്പൊടി പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അരിപ്പൊടി നമ്മളിത് ഈ ഒരു കപ്പ് അളവിൽ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പ് അളവിൽ നമ്മളിത് 1.5 കപ്പ് കടലമാവ് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടലമാവ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരിച്ചിട്ട് വേണ്ടിയിട്ട് എടുക്കാൻ. അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയ ശേഷമാണ് നമ്മൾ കടലമാവ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കടലമാവ് അരിപ്പൊടിയൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി ബാക്കി പറയുന്നത് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിത് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയില്ല കേട്ടോ. ഓരോരുത്തർക്ക് എരിവും പിന്നെ അതുപോലെ ഉപ്പൊക്കെ എങ്ങനെ വേണ്ടത് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി 1 സ്പൂണും പിന്നെ എരിവുള്ള മുളക് പൊടി 1 സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, കുറച്ച് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ജ്യൂസിൽ വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. ഈ ഒരു ജ്യൂസ് ചേർത്തിട്ടാണ് നമ്മളിത് ഇങ്ങനെയാക്കി എടുത്തിട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മുളകൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കമ്മിയാണെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. നൂൽപുട്ട് ഉണ്ടാക്കില്ല, ആ ഒരു ഇതിൻ്റെ വേറൊരു അച്ചുണ്ട്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനത്തെ മാവൊക്കെ നിറച്ച ശേഷം നമ്മളിതാ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ സെറ്റൊക്കെ ടൊമാറ്റോ മുറുക്ക് റെഡിയായി വന്നിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടൊമാറ്റോ മുറുക്കൊക്കെ റെഡിയായി വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ കുറുകുറുടെ അതേ ടേസ്റ്റ് ഒന്നും ഉണ്ട് പറയുന്നില്ല, ഒരു ചെറുതായിട്ടുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് അതേ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും ചാറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.